നമസ്കാരം. 90കളുടെ മധ്യത്തിലാണ് തമിഴിലെ പ്രശസ്ത നിർമ്മാതാവായ KT കുഞ്ഞുമോൻ ഒരു സിനിമ നിർമ്മിക്കണമെന്ന ആവശ്യവുമായി സംവിധായകൻ സിബി മലയിലിനെ സമീപിക്കുന്നത്. അത് പരിഗണിച്ച അദ്ദേഹം തിരക്കഥാകൃത്ത് രഞ്ജിത്തുമായി ചേർന്ന് പുതിയ കഥ ആലോചിക്കാനിരുന്നു. അക്കാലത്ത് കണ്ട ഒരു ഹിന്ദി സിനിമയുടെ സംവിധാന ശൈലിയും ഗാനങ്ങളുടെ പ്രത്യേകതയും അത്തരത്തിലുള്ള ഒരു ഫീൽ ഗുഡ് മൂവി ചെയ്യണമെന്ന ആഗ്രഹം അവരിലുണ്ടാക്കി. അങ്ങനെ ഒരു കഥയെപ്പറ്റി അവർ KT കുഞ്ഞുമോനോട് സംസാരിക്കുകയും ചെയ്തു. പക്ഷേ തമിഴ് സിനിമാ രംഗത്ത് സൂപ്പർ ഹിറ്റുകൾ മാത്രം സമ്മാനിച്ച KT കുഞ്ഞുമോന്റെ മനസ്സിൽ അത്തരത്തിലുള്ള ഒരു ഫീൽ ഗുഡ് മൂവി അല്ലായിരുന്നു. പകരം തകർപ്പൻ സംഘടന രംഗങ്ങളുള്ള ഒരു ബിഗ് ബഡ്ജറ്റ് ചലച്ചിത്രം അതായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത്. അങ്ങനെ ആ കഥ അവിടെ നിന്നുപോയി. പിന്നീട് രഞ്ജിത്ത് ഗുഡ് നൈറ്റിന് വേണ്ടി കമലിന് ഒന്ന് ആലോചിച്ചെങ്കിലും അതും നടക്കാതെ പോയി. ജയറാമിനെയും പ്രഭുവിനെയും വെച്ച് കുങ്കുമം എന്ന പേരിലായിരുന്നു അത് ആലോചിച്ചത്. കുറെ നാളുകൾക്ക് ശേഷം സിബി മലയിലിന് തമിഴിൽ നിന്നും ഒരു അവസരം ലഭിച്ചപ്പോൾ ജോൺ പോളിനെയും ക്രേസി ഗോപാലിനെയും അത് എഴുതാൻ സമീപിച്ചു. ഒരുപാട് കഥകളെപ്പറ്റി അവർ സംസാരിച്ചെങ്കിലും ഒന്നും സിബി മലയിലിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴാണ് ആ ഫീൽ ഗുഡ് കളർഫുൾ കഥയെപ്പറ്റി അദ്ദേഹം ആലോചിച്ചത്. അപ്പോൾ തന്നെ രഞ്ജിത്തിനെ വിളിക്കുകയും എത്രയും പെട്ടെന്ന് മദ്രാസിൽ എത്തിച്ചേരാനും ആവശ്യപ്പെട്ടു. ആ സമയം രഞ്ജിത്ത് മദ്രാസിൽ തന്നെ ഉള്ളതിനാൽ അദ്ദേഹം എത്തി കഥ വിശദീകരിച്ചപ്പോൾ അതെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ജയറാമിനെയും പ്രഭുവിനെയും നായകന്മാരാക്കി ആ സിനിമ തമിഴിൽ ചെയ്യാൻ അവർ തീരുമാനിച്ചു. നായികയായി പരിഗണിച്ചത് മഞ്ജു വാര്യരെയാണ്. പ്രണയവർണ്ണങ്ങൾ എന്ന സിനിമയിലെ കണ്ണാടി കൂടും കൂട്ടി എന്ന ഗാനരംഗം സിബി മലയിൽ ചിത്രീകരിക്കുന്ന സമയമായിരുന്നു അത്. തമിഴിലേക്ക് മഞ്ജു വാര്യരുടെ ഡേറ്റ് അവിടെ വെച്ച് സിബി ചോദിച്ചു. എന്നാൽ അന്യഭാഷ സിനിമയിലേക്കായതിനാൽ പിന്നീട് വിവരം പറയാമെന്ന് മഞ്ജു വാര്യർ അറിയിച്ചു. വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ ഉള്ളതിനാൽ അവർ ആശയക്കുഴപ്പത്തിലായി. ഒടുവിൽ കുറെ ആലോചനകൾക്ക് ശേഷം അവർ തന്നെ അത് ചെയ്യാമെന്നേറ്റു. അങ്ങനെ ആ ചിത്രത്തിന്റെ ഒരു പാട്ട് സീൻ മദ്രാസിൽ വെച്ച് പ്രഭുവിനെയും മഞ്ജു വാര്യരെയും വെച്ച് ഷൂട്ട് ചെയ്തു. ബാക്കി ചിത്രത്തിന്റെ ലൊക്കേഷൻ ഊട്ടിയിലായിരുന്നു. പക്ഷേ സാമ്പത്തിക ഞെരുക്കം മൂലം ആ സിനിമയും അവിടെ നിലച്ചു. ലൊക്കേഷൻ കാണുന്നതിനായി സിബി മലയിൽ അന്ന് ഊട്ടിയിലേക്ക് പോകുന്നതിനിടയിൽ പ്രൊഡക്ഷൻ മാനേജർ M രഞ്ജിത്തിനോട് ആ കഥ പറയുകയും രഞ്ജിത്തിന് ആ കഥ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു. ആ സമയത്ത് ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ വർക്കിലായിരുന്നു M രഞ്ജിത്ത്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എപ്പോഴോ നിർമ്മാതാവ് സിയാദിനോട് സിബി മലയിലെ നിന്നുപോയ ആ സിനിമയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. നല്ല കഥയാണെന്ന് മനസ്സിലാക്കിയ സിയാദ് സിബി മലയിലുമായി ഒരു മീറ്റിംഗ് വെച്ചു. കുറെ ചർച്ചകൾക്കൊടുവിൽ അവർ ഇരുവരും ആ ചിത്രം ചെയ്യുവാൻ തീരുമാനിച്ചു. പ്രഭുവിനെ ഒഴിവാക്കി പകരം സുരേഷ് ഗോപിയെ കാസ്റ്റ് ചെയ്തു. മഞ്ജു വാര്യരെ നേരത്തെ പറഞ്ഞു വെച്ചിരുന്നതിനാൽ അവർ മറ്റു കഥാപാത്രങ്ങളുടെ തെരഞ്ഞെടുപ്പിലേക്ക് വ്യാപൃതരായി. അതുവരെ സിബി മലയിൽ ചെയ്തുപോയ ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വളരെ കളർഫുള്ളായ ഒരു പ്രത്യേക തരത്തിലുള്ള ചുറ്റുപാടിലാണ് ആ ചിത്രം പ്ലാൻ ചെയ്തത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങൾക്കും നേതൃത്വം കൊടുത്തത് ആർട്ട് ഡയറക്ടർ ബോബനായിരുന്നു. നിർമ്മാതാവ് സിയാദ് കോക്കിന്റെ ഒരു മറവത്തൂർ കനവിലും പ്രണയവർണ്ണങ്ങളിലും സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ച വിദ്യാസാഗറിനെ ഇതിലെ ഗാനങ്ങളും അവർ ഏൽപ്പിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു ഗാനരംഗമായിരുന്നു ആദ്യം ചിത്രീകരിച്ചത്. അതികഠിനമായ ഊട്ടിയുടെ തണുപ്പിൽ ചിത്രീകരിച്ച ആ ഗാനരംഗത്തിൽ ജയറാമും സുരേഷ് ഗോപിയും കുതിരവട്ടം പപ്പുവും ഒരു പടി കയറി ഓടി വരുന്ന ഒരു സീനുണ്ടായിരുന്നു. എന്നാൽ കഠിനമായ തണുപ്പ് കാരണം കുതിരവട്ടം പപ്പുവിന് അത് സാധിക്കാതെ വന്നു. വിറയലും ശ്വാസതടസ്സവും അദ്ദേഹത്തെ വല്ലാതുലച്ചു. എങ്ങനെയെങ്കിലും തന്നെ ഈ സിനിമയിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് അദ്ദേഹം സിബി മലയിലിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് കലാഭവൻ മണി ആ കഥാപാത്രത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഒരു അവധിക്കാലം ആഘോഷിക്കാനെത്തുന്ന കഥ പോലെ തന്നെയായിരുന്നു ഷൂട്ടിംഗ് ജോലികൾ നടന്നത്. മിക്കവരുടെയും കുടുംബങ്ങൾ ഒന്നിച്ചെത്തി ഷൂട്ടിംഗ് ആസ്വദിച്ചു. കഥയിൽ ഒഴിച്ചുവിടാൻ പറ്റാത്തതായിരുന്നു ഒരു ഫാം ഹൗസ്. ഊട്ടിയിൽ അതിന് പെർമിഷൻ ഇല്ലാത്തതിനാൽ മൂന്നാർ മാട്ടുപ്പെട്ടിയിലാണ് അത് ചിത്രീകരിച്ചത്. മർമ്മപ്രധാനമായ ഫാം ഹൗസിന്റെ പശ്ചാത്തലത്തിൽ കടന്നുപോകുന്ന ഒരു പാട്ട് സീൻ അങ്ങനെ മാട്ടുപ്പെട്ടിയുടെ മനോഹാരിതയിൽ പിറന്നു. നിഗൂഢതകൾ ഒളിപ്പിച്ചെത്തുന്ന നായികയുടെ വിരാമത്തിനായി ഒരുപാട് വഴികൾ അവർ ആലോചിച്ചു. ജയറാമിന്റെയും സുരേഷ് ഗോപിയുടെയും അഭിനയത്തിനോ താരമൂല്യത്തിനോ മുകളിലായിരിക്കണം ആ സസ്പെൻസ് അവസാനിപ്പിക്കേണ്ടത്. അതിനായി കമലഹാസനെയും രജനീകാന്തിനെയും വരെ അവർ ആലോചിച്ചു. എന്തിന് മറ്റൊരാളെ തേടി പോകണം? മലയാളത്തിന് സ്വന്തം ഒരു നടനുള്ളപ്പോൾ മറ്റാരെയും ആലോചിക്കേണ്ട എന്ന നിശ്ചയത്തിൽ നിന്നും എത്തിയതായിരുന്നു ക്ലൈമാക്സിലെ നിരഞ്ജൻ എന്ന മോഹൻലാലിന്റെ അപ്രതീക്ഷിത എൻട്രി. നവമാധ്യമങ്ങൾ സജീവമല്ലാതിരുന്ന അക്കാലത്ത് നിരഞ്ജനെ ഒളിപ്പിച്ചു വെക്കാൻ അവർക്ക് സാധിച്ചു. അതുതന്നെയായിരുന്നു ആ ചിത്രത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയും. ഏതെങ്കിലും കാരണവശാൽ ക്ലൈമാക്സ് മാറ്റേണ്ടി വന്നാൽ അതിനുവേണ്ടി അല്പം നീളമുള്ള മറ്റൊരു ക്ലൈമാക്സ് അവർ ചിത്രീകരിച്ചു വെച്ചിരുന്നു. എന്നാൽ എല്ലാ ആശങ്കകളെയും അസ്ഥാനത്താക്കിക്കൊണ്ട് മോഹൻലാലിന്റെ ആ ചെറിയ സീൻ വളരെ അത്ഭുതത്തോടെയാണ് ജനങ്ങൾ സ്വീകരിച്ചത്. എങ്കിലും ആ സിനിമയിൽ ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം കിടപ്പുണ്ട്. അതെഴുതിയ രഞ്ജിത്തിനോ സംവിധായകൻ സിബി മലയിലിനോ പോലും അറിയില്ല ആ പൂച്ചക്കുട്ടിയെ കൊടുത്തുവിട്ടത് ആരാണെന്ന്. ചില ലിങ്കുകൾ ചിത്രത്തിൽ കൊടുക്കുന്നുണ്ടെങ്കിലും അതൊന്നും വാസ്തവമല്ല എന്നതാണ് സത്യം. ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് വിദ്യാസാഗർ ഇണം നൽകിയ അതിമനോഹരമായ 5 ഗാനങ്ങൾ. കൊക്കേഴ്സ് ഫിലിംസിന് വേണ്ടി സിയാദ് കോക്കർ നിർമ്മിച്ച് രഞ്ജിത്ത് രചന നിർവഹിച്ച് സിബി മലയിൽ സംവിധാനം ചെയ്ത് 1998 സെപ്റ്റംബർ 3 വ്യാഴാഴ്ച റിലീസ് ചെയ്ത 143 മിനിറ്റുകളുള്ള അതിമനോഹരമായ ചലച്ചിത്രം സമ്മർ ഇൻ ബെത്ലഹേം.